ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ആരം ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെയുള്ള ദിവസങ്ങളെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ഷാർജയിലെ മെഗാമാളിലാണ്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിന് നമുക്കിവിടെ വരാൻ പറ്റിയില്ല. ക്രിസ്മസിന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ നമുക്കതൊക്കെ മിസ്സായി പോയി, വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിൻ്റെ 2 ദിവസം മുമ്പ് മെഗാമാളിൽ വന്നപ്പോൾ എടുത്തതാണ് ഈ വീഡിയോസ്. പക്ഷേ ഇവിടെ ഈ ക്രിസ്മസിന് ഒരുക്കിയ ഡെക്കറേഷൻസ് ഒന്നും ഇവർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പുൽക്കൂട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയായിരുന്നു അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അതിനകത്ത് ഒരു സാൻഡയും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ക്രിസ്മസ് കഴിഞ്ഞ് പോയതുകൊണ്ട് അവിടുത്തെ പ്രോഗ്രാംസ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞാറ്റയും മിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ കയറാം, പക്ഷേ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറുവാണെങ്കിൽ സാൻഡ നമുക്ക് കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ തരും. അപ്പോൾ നമ്മൾ കയറിയൊന്നുമില്ല, ജസ്റ്റ് കണ്ടേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ചേക്കണതുകൊണ്ട് കുട്ടികൾ കുറച്ച് നേരം ഡാൻസും ഒക്കെ കളിച്ച് നടന്നു. അപ്പോൾ സാൻഡേയും അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ 2nd ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്നോമാനൊക്കെ 2nd ഫ്ലോർ വരെ ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുട്ടികൾ കളിക്കുന്ന പ്ലേ ഏരിയയിലേക്ക് പോയി. അവിടെ പോയിട്ട് കുറേ ഗെയിംസൊക്കെ കളിച്ചിട്ടു അവർ. ഗെയിം കളിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും രണ്ടുപേരും പാഴാക്കാറില്ല കേട്ടോ. കാര്യം അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതാ കിടക്കുന്ന ഒരു പാമ്പ്. ചില്ലുകൂട്ടിലാന്നുള്ള ധൈര്യത്തിലാട്ടോ ഇത്രയും അടുത്ത് പോയിരുന്ന് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ പാമ്പെന്ന് കേട്ടാൽ മതി, ആ പ്രദേശത്തിനെ ഞാൻ ഓടും. എനിക്ക് അത്ര പേടിയാട്ടോ ഈ സാധനത്തിന്. അപ്പോൾ നോക്കുമ്പോൾ അതങ്ങ് പൊങ്ങി അങ്ങനെ പോകുകയാണ്. എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഇതേ കിടക്കണ താഴേക്ക്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. പക്ഷേ ഭയങ്കര നീളം ഉണ്ടായിരുന്നു സാധനത്തിന്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയതിന് ശേഷം കുട്ടികൾ പിന്നെയും കളിക്കാനായിട്ട് ഇറങ്ങി. കുട്ടികൾക്കും വലിയവർക്കും കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലുലുവിലെയൊക്കെ പോലെ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ഗെയിംസിലേക്കും നമ്മൾ കയറുന്നത്. കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഫയർ വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അജ്മാനിലെ ഹീറ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. കഴിഞ്ഞ ഇയറിലും ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ വന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബീച്ചിലേക്ക് എൻ്റർ ആവാൻ പറ്റിയില്ല. ഞങ്ങൾ റോട്ടിൽ നിന്നിട്ടാണ് ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ പോന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബീച്ചിലെത്തിയിട്ടാണ്. അപ്പോൾ ഇരുന്ന് ബോറടിച്ചപ്പോൾ കൊണ്ടുവന്ന സ്നോ സ്പ്രേ ഒക്കെ അവൻ താഴെ തന്നെ അടിച്ച് തീർത്തു. 2026 നാട്ടോ അവൻ എഴുതിയത്. പിന്നെ ഈ സമയമായതുകൊണ്ടും ഭയങ്കര തിരയായിരുന്നുകൊണ്ടും കുട്ടികൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങി കളിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഭയങ്കര തണുപ്പുമായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇച്ചുകുടനെ പിടിച്ചിരുത്താൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അവനവിടേക്ക് ഓടി നടക്കുമായിരുന്നു. പിന്നെ സ്നോ സ്പ്രേ കാട്ടിയാണ് അവനൊരു ഇത്തിരി നേരമെങ്കിലും അവിടെ ഇരുത്തിയത്. അതവന് ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ സോപ്പിലും പതയിലും വെള്ളത്തിലൊക്കെ കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ വക കുറച്ച് ഗോഷ്ഠികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ആ ആക്ഷനും ഗോഷ്ഠിയൊക്കെ കണ്ടിരുന്നപ്പോൾ നമുക്കും കുറച്ച് സമയം പോയി കിട്ടിയിട്ടോ. പിന്നെ പിടിച്ചെടുത്താൽ നിവർത്തിയില്ലായിരുന്നു, കാരണം ചുറ്റിലും ഭയങ്കര ക്രൗഡായിരുന്നു. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. 12 മണി ആവാൻ അടുക്കും തോറും ബീച്ചിലേക്ക് ഇങ്ങനെ ആളുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ 3 പേരും കൂടി ചുറ്റിലുണ്ടായിരുന്ന കക്കകളൊക്കെ പിറക്കിയെടുത്തിട്ടോ. ഇവിടെ വീട്ടിലെ അക്വേറിയത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കക്കകളൊക്കെ എടുത്തത്. നല്ല അടിപൊളിയായിട്ടുള്ള ഷെൽസൊക്കെ കിട്ടിയിട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു, ഇങ്ങനെ തിളങ്ങുന്നത് പോലെ തോന്നി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിറക്കിയെടുത്തു. പിന്നെ നമുക്ക് കിട്ടിയ കക്കകളെല്ലാം കൂടിയാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ശംഖൊക്കെ കിട്ടിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ സമയം 12 ആയി, ഫയർ വർക്ക് സ്റ്റാർട്ടായി. നല്ല അടിപൊളിയായിട്ടുള്ള ഫയർ വർക്കായിരുന്നു. നല്ല സൂപ്പറായിട്ട് നമുക്ക് കാണാനും പറ്റി. അപ്പോൾ 2026 എല്ലാവർക്കും നല്ലൊരു ഇയർ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.